ഇങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം പ്ലീസ് എൻ്റർ ദി ഹോസ്റ്റ് നെയിം എപ്പോഴും ഏത് വേണമെങ്കിലും മാറ്റി വെക്കാം, പക്ഷേ ഡെബിയാൻ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റർ കൊടുത്താൽ കണ്ടിന്യൂ ആവും. ഓക്കെ, എൻ്റർ കൊടുക്കുക. ഡൊമൈൻ നെയിം ഇപ്പോൾ നമ്മൾ സെർവർ ഒന്നും സെറ്റ് ചെയ്യാൻ പോകുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഡൊമൈൻ നെയിം ആവശ്യമായി വരുന്നില്ല. വെറുതെ എൻ്റർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ പാർട്ടീഷൻ ഡിസ്ക് അതിൻ്റെ പാർട്ടീഷൻ മെത്തേഡ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ഈ 3 ഗൈഡും ആവശ്യമില്ല. ഓക്കെ, അത് 3 നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മാനുവൽ യൂസ് ഉപയോഗിക്കാം. ഓക്കെ, മാനുവൽ സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ കൊടുക്കുക. ഇങ്ങനെ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 10 GB ഹാർഡ് ഡിസ്ക്കാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 10 GB ഹാർഡ് ഡിസ്കിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ കാണിച്ചിട്ടുണ്ട് IDE1 മാസ്റ്റർ HDA 10.7 GB 10.7 GB. ഓക്കെ, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ എംപ്റ്റി പാർട്ടീഷൻ ടേബിൾ ഓൺ ദിസ് ഡിവൈസ് എന്ന് കേൾക്കും. അപ്പോൾ യെസ് കൊടുക്കുക. യെസ് കൊടുത്തിട്ട് എൻ്റർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ പാർട്ടീഷൻ്റെ ഫ്രീ സ്പേസ് കാണിക്കും. ആ ഫ്രീ സ്പേസ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എൻ്റർ കൊടുക്കണം. അപ്പോഴാണ് പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുകയുള്ളൂ. ഓക്കെ, പ്രീ ഓവർലോഗ് 10.7 GB ഫ്രീ സ്പേസ് സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് അതിൽ വെച്ച് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്ത് ക്രിയേറ്റ് ന്യൂ പാർട്ടീഷൻ. ഒന്നും ചെയ്യേണ്ട, അത് അതിലേ ഇരിക്കട്ടെ. നമ്മൾ എൻ്റർ കൊടുക്കുക. ഓക്കെ, ന്യൂ പാർട്ടീഷൻ സൈസ് നമുക്ക് എത്ര വേണമെങ്കിലും മാറ്റി കൊടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ 10 GB ഉണ്ടാവട്ടെ. 10 GB വെച്ച് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം, അതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൻ്റെ പാർട്ടീഷൻ സൈസ് 10 GB തന്നെ ഇരിക്കട്ടെ. എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ ടൈപ്പ് ഫോർ ന്യൂ പാർട്ടീഷൻ ചോദിക്കും. ഓക്കെ, എപ്പോഴും പ്രൈമറി, ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന പാർട്ടീഷൻ എപ്പോഴും പ്രൈമറി ആയിരിക്കണം. പിന്നെ നമ്മൾ എത്ര പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്താലും അതെല്ലാം ലോജിക്കൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതിൽ പ്രൈമറി. എൻ്റർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ പാർട്ടീഷൻ ക്രിയേറ്റ് അതിൻ്റെ മൗണ്ട് പോയിൻ്റ് സ്ലാഷ്. ഓക്കെ, മൗണ്ട് പോയിൻ്റ് സ്ലാഷ്. ഇനി ഡൺ സെറ്റിംഗ് അപ്പ് ദി പാർട്ടീഷൻ. അത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് പാർട്ടീഷൻ വേണമെങ്കിൽ ഡിലീറ്റ് പാർട്ടീഷൻ കൊടുക്കാം. ഓക്കെ, കോപ്പി ഡാറ്റ ഫ്രം അനദർ പാർട്ടീഷൻ. ഇതിൽ നമ്മൾ ഓൾറെഡി വേറെ പാർട്ടീഷൻസ് ഉണ്ട് എങ്കിൽ അതിന് നമുക്ക് ഡാറ്റ കോപ്പി ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ അതൊന്നും ഇവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഡൺ സെറ്റിംഗ് അപ്പ് ദി പാർട്ടീഷൻ. അത് സെലക്ട് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ കാണിക്കും. പ്രൈമറി 10.7 GB ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഫിനിഷ് പാർട്ടീഷൻ ഓഫ് റൈറ്റ് ചേഞ്ചസ് ടു ഡിസ്ക്. അത് സെലക്ട് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. ഇപ്പോൾ റൈറ്റ് ചേഞ്ചസ് ടു ഡിസ്ക്, അതായത് യെസ്. റൈറ്റ് ചേഞ്ചസ് ടു സെലക്ട് ഡിസ്ക് എന്ന് കാണിച്ച് അത് യെസ് കൊടുക്കുക. ഓക്കെ, എൻ്റർ കൊടുക്കുക. യെസ് സെലക്ട് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ പാർട്ടീഷൻ ഫോർമാറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര പാർട്ടീഷൻ ഉണ്ടെങ്കിലും ആ പാർട്ടീഷനെല്ലാം ഈ സമയത്ത് ഫോർമാറ്റ് ആവും. ഇപ്പോൾ ഒരേ ഒരു പാർട്ടീഷനേ ഉള്ളൂ. ആ ഒരു പാർട്ടീഷൻ ഇപ്പോൾ ഫോർമാറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓക്കെ, ഡു യു വാണ്ട് ടു റിട്ടേൺ ദി പാർട്ടീഷൻ മെനു? യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ നേരത്തെ പാർട്ടീഷൻ ചെയ്ത ആ ഒരു ഓപ്ഷനിലേക്ക് കമ്പ്യൂട്ടർ വീണ്ടും തിരിച്ചു വരും. അതുകൊണ്ട് നമുക്ക് ആ ഓപ്ഷനിലേക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ നോ സെലക്ട് ചെയ്തിട്ട് എൻ്റർ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ റൂട്ട് പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ
ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്ന അതിൽ എന്തൊക്കെ ചേഞ്ചസ്, ഡിസ്പ്ലേ ചേഞ്ചസ് ആണെങ്കിലും ഹാർഡ്വെയർ ചേഞ്ചസ് ആണെങ്കിലും കൊണ്ടുവരണമെങ്കിൽ ഈ റൂട്ട് പാസ്വേഡ് കൊടുത്താൽ മാത്രമേ ചേഞ്ചസ് കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഞാനിവിടെ ഒരു റൂട്ട് പാസ്വേഡ് കൊടുക്കുകയാണ്. എൻ്റെ പാസ്വേഡ് 123 എന്നാണ്. ഞാൻ ആ പാസ്വേഡ് കൊടുത്തു. അതിനുശേഷം എൻ്റർ കൊടുക്കും. അതേ പാസ്വേഡ് റീ എൻ്റർ ചെയ്യണം. ഓക്കെ, അതേ പാസ്വേഡ് ഒരു പ്രാവശ്യം കൂടി എൻ്റർ ചെയ്യുക. 123 എൻ്റർ കൊടുത്തു. ഓക്കെ, ഇവിടെ ഫുൾ നെയിം ഫോർ ദി ന്യൂ യൂസർ നെയിം ഇവിടെ ടൈപ്പ് ചെയ്യണം. യൂസർ നെയിം ഞാൻ ഇവിടെ MCNet എന്ന് കൊടുക്കുന്നു. MCNet എന്ന് കൊടുത്തതിന് ശേഷം എൻ്റർ കൊടുത്തു. ഓക്കെ, യൂസർ നെയിം ഫോർ യുവർ അക്കൗണ്ട്. നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആവും. ആ അക്കൗണ്ടിൻ്റെ നെയിമും MCNet ഇരിക്കട്ടെ. നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം, പക്ഷെ അതായിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അതിനുശേഷം എൻ്റർ. ഇപ്പോൾ യൂസർ നെയിമിന് ഒരു പാസ്വേഡ് ചോദിക്കുന്നു. നമ്മൾ റൂട്ട് പാസ്വേഡും യൂസർ പാസ്വേഡും ഒരേ മാതിരിയുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഒരു ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് മറക്കില്ല. എന്തെങ്കിലും ചേഞ്ചസ് കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും സെറ്റിങ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ മാറ്റുമ്പോൾ അതിൽ റൂട്ട് പാസ്വേഡ് ചോദിക്കും. അപ്പോൾ റൂട്ട് പാസ്വേഡ് വേറെ യൂസർ പാസ്വേഡ് വേറെ ആയിക്കാൻ നമുക്ക് കൺഫ്യൂസ് ആവും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നത് റൂട്ട് പാസ്വേഡ് തന്നെയാണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത്. 123 ശേഷം എൻ്റർ കൊടുക്കുക. അതേ പാസ്വേഡ് ഒരു പ്രാവശ്യം കൂടി എൻ്റർ ചെയ്യുക. 123 ശേഷം എൻ്റർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റാളിങ് ദി ബേസ് സിസ്റ്റം ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബേസിസ് ഇൻസ്റ്റാൾ ആകും. അത് 100% വരെ വരും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക തന്നെ വേണം. ഓക്കെ, കമ്പ്യൂട്ടർ നല്ല നല്ല റാമെല്ലാം കൂടുതലുള്ള കമ്പ്യൂട്ടർ ആണെങ്കിൽ, നല്ല കപ്പാസിറ്റി ഉള്ള കമ്പ്യൂട്ടർ ആണെങ്കിൽ പെട്ടെന്ന് അത് റിട്രീവ് ആവും. ഓക്കെ, അതുവരേക്കും നമുക്ക് കാത്തിരിക്കാം. ഇത് മുഴുവൻ റിട്രീവ് ആവുന്നവരേക്കും നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, ഇപ്പോൾ റിട്രീവിങ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 95-96% ആയി. ഓക്കെ, ബേസിസ് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, അതിനുശേഷം കോൺഫിഗറിങ് APT പോർട്ട്, സ്കാനിങ് ദ CD-ROM. ഓക്കെ, യൂസ് നെറ്റ്വർക്ക് മിറർ. നമുക്കിപ്പോൾ നെറ്റ്വർക്ക് മിറർ ആവശ്യമായി വരുന്നില്ല. നമ്മൾ നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്യുന്നില്ല. പിന്നെ എന്തിന് നെറ്റ്വർക്ക് മിറർ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ട് നോ സെലക്ട് ചെയ്ത് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുക. ഓക്കെ, സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം. ഓക്കെ, ഇപ്പോൾ ഒരു കോൺഫിഗർ പാക്കേജ് വന്നു. ഓക്കെ, സെക്യൂരിറ്റി ആർ ആഡഡ് ടു ദി ആൻഡ് ദിസ് ഫയൽ ആൻഡ് എൻ്റർ കണ്ടിന്യൂ. എൻ്റർ കൊടുത്ത്